എല്ലാവർക്കും നമസ്കാരം. നല്ല പഴുത്ത മാങ്ങ കിട്ടുന്ന സീസണാണ്. ഒരു മാംഗോ മസ്താനി ഉണ്ടാക്കാം. നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഷേക്കാണ്, അല്ലെങ്കിൽ ഒരു ഡ്രിങ്ക് എന്നൊക്കെ പറയാം. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി നന്നായി പഴുത്തിട്ടുള്ള 2 മാങ്ങ എടുക്കാം. നല്ല പഴുത്ത മധുരമുള്ള മാങ്ങ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പ്രിയൂർ മാങ്ങയാണ്. ഒരുപാട് നാരുകളില്ലാത്ത മാങ്ങ എടുക്കുന്നത് നല്ലത്. ഒരു മാങ്ങ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യണം, ചോപ്പ് ചെയ്യണം. ഒരു മാങ്ങ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് തന്നെ അത് വലുതായി കട്ട് ചെയ്താലും കുഴപ്പമില്ല. കുറച്ച് നട്ട്സ് എടുക്കാം. അവൈലബിൾ ആയിട്ടുള്ള നട്ട്സ് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു ബ്ലെൻഡർ ജാറിലേക്ക് ഒരു മാങ്ങ അരിഞ്ഞിട്ടുള്ള കഴമ്പിട്ട് കൊടുക്കാം. 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇത് തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാലാണ്. സാധാരണ മിൽക്കും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്യാം. മാങ്ങയ്ക്ക് അത്യാവശ്യം മധുരമുള്ളത് കൊണ്ടാണ് പഞ്ചസാര ചേർക്കാത്തത്. പഞ്ചസാര ആവശ്യമുള്ളവർ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു അളവിലെടുത്താൽ 2 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന വലിയ ഗ്ലാസ് മാംഗോ മസ്താനി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്ലാസ് എടുക്കാം. ഗ്ലാസ്സിലേക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങയ്ക്ക് മുകളിലേക്ക് നട്ട്സ് മിക്സ് ചേർക്കാം. നട്ട്സ് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. നിങ്ങൾക്ക് പിസ്ത, ബദാം, കാഷ്യൂ നട്ട് എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി 1 സ്കൂപ്പ് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഇത് മാംഗോ ഐസ്ക്രീം അല്ലെങ്കിൽ വാനില ചേർത്ത് കൊടുക്കാം. വാനിലയാണ് നല്ലത്, കാരണം മാംഗോ ഫ്ലേവർ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ വാനില ഫ്ലേവർ ഐസ്ക്രീം നല്ലതായിരിക്കും. അടിച്ചു വെച്ചിട്ടുള്ള മാംഗോ മിൽക്ക് മിക്സ് ചേർക്കാം. എഗെയിൻ മാംഗോയും നട്ട്സും ഐസ്ക്രീമും കൂടി ചേർത്ത് കുറച്ചുകൂടി മാംഗോ ഗാർണിഷ് ചെയ്യാൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു നല്ല കളർഫുൾ ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ റിഫ്രഷിംഗ് ആണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. മാംഗോ ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ വളരെ സീസണലാണ്, നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.